ഗായ്സ്, ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഷേമിംഗ് അനുഭവിച്ചിട്ടുണ്ടോ? മണ്ണില്ലാത്തതിന്റെ പേരിൽ, നിറം കുറഞ്ഞതിന്റെ പേരിൽ, അല്ലെങ്കിൽ മണം കൂടിയതിന്റെ പേരിൽ, അങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒട്ടും മണ്ണില്ലായിരുന്നേ. അവന്റെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഈ കൊച്ചിനൊന്നും നിങ്ങൾ കഴിക്കാൻ കൊടുക്കാറില്ലെന്നായിരുന്നു എന്നെ മുടി ചോദിച്ചുകൊണ്ടിരുന്നത്. കാലം മുന്നോട്ട് പോയി ഞാനും വളർന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. എന്ത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.5 വർഷം മുന്നേ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു 15 കിലോ അങ്ങോട്ട് കൂടും. അതോടുകൂടി നിനക്ക് വീട്ടിൽ ഒന്നും കഴിക്കാൻ തരാറില്ല കൊച്ചെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ നീ വീട്ടുകാർക്കാർക്കൊന്നും കഴിക്കാൻ കൊടുക്കാറില്ലേ എന്നായി ചോദ്യം. ഇതൊന്നും പോലെ എന്നിട്ട് നിനക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, നീ വല്ലാണ്ട് തടിച്ചു, വണ്ണം കുറക്കണം കേട്ടോ, എങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തളർത്താനും തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും അതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആളുടെ മാനസികാവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അവര് മനഃപൂർവ്വം എന്നാ പിന്നെ കുറച്ച് തടി കൂട്ടിയേക്കാം, അല്ലേ വേണ്ട തടി കുറയ്ക്കാം, അങ്ങനെ വിചാരിച്ച് കൂട്ടുന്നതും കുറക്കുന്നൊന്നും അല്ലടോ. അവർക്ക് പല കാരണങ്ങൾ കൊണ്ടാവാം. മേ ബി ഹെൽത്ത് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ പാരമ്പര്യം ആവാം. അങ്ങനെയൊക്കെ അവർക്ക് പല കാര്യങ്ങൾക്കും ഒരു കോൺഫിഡൻസ് പോലും ഉണ്ടാവാറില്ല. എന്തിനേറെ പറയണു, ഇഷ്ടമുള്ള ഡ്രസ് ഇടാൻ പോലും പലർക്കും കോൺഫിഡൻസ് ഇല്ല. എനിക്കിനി പറയാനുള്ളത്, ഏത് തരത്തിലുള്ള ബോഡി ഷേമിംഗ് ആണെങ്കിലും അത് നേരിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോടാണ്. നമ്മളിപ്പോ എങ്ങനെ ഇരുന്നാലും, അതിപ്പം വണ്ണുണ്ടേലും മണ്ണില്ലേലും നിറം കൂട്ടിയാലും കുറഞ്ഞാലും എങ്ങനെ ഇരുന്നാലും നമ്മളെ ഓരോന്ന് പറഞ്ഞു പറയാനായിട്ട് കുറെ പേരുണ്ടാവും. നമുക്കിപ്പോ നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി മാറേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പറ. അപ്പോ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ബോഡി ഷേമിംഗ് അനുഭവിക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യും, നമുക്ക് നോക്കാലോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.